എൻ്റെ 3-ാം തവണ പ്രവേശനമാണ്. മനസ്സിലായില്ലേ? ആദ്യം US മന്ത്രിസഭ, പിറ്റേന്ന് ഇപ്പോൾ അടുത്ത തവണ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ 5 വർഷം, ഇപ്പോൾ 3-ാം തവണ വീണ്ടും ഇതിലാണ്. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളത് പിണറായി വിജയനെ പോലുള്ളൊരു കരുത്തനായ ഒരു ശക്തി ചൈതന്യമായ മുഖ്യമന്ത്രിയുടെ കൂടെ ഒരിക്കൽ കൂടി മന്ത്രിസഭ അംഗമാകാൻ സാധിച്ചതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരുപോലെ. ഒപ്പം പിന്നെ വകുപ്പ് ഏതായിരുന്നാൽ ശരി, അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും. ആ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അത് പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് ആ വകുപ്പിനോട് നീതി പുലർത്താനും ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രതിബദ്ധതയും സമർപ്പണ ബോധത്തോടുകൂടി ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ഈ ശ്രമങ്ങൾ നടത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഓരോ പഴയ കാലത്തെല്ലാം അതെല്ലാം കൂടി വെച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ആ നിലയ്ക്ക് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകും. പറഞ്ഞാൽ ഏത് വകുപ്പായിരുന്നാലും ശരി, ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി പുലർത്തുക, അതിൻ്റെ പ്രവർത്തനം വിജയിപ്പിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുക, അതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് കാലത്തെ കണ്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ പിന്നെ പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞത്. ആ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ പ്രഖ്യാപിച്ച ശേഷം പറയാം. അപ്പോൾ വിഴിഞ്ഞ ഉൾപ്പെടെ ഇത് ഏത് വകുപ്പായിരുന്നാലും പൊതുവെ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസിനെ പുറത്തുക. അത് ഈ നവകേരള യാത്രയോടുകൂടി കേരളത്തിൻ്റെ സമഗ്രവൽക്കരിക്കപ്പെട്ട പുരോഗതി, അതെ, ഇന്ത്യയുടെ ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു ചരിത്ര സംഭവമാണ് ഈ നവകേരള യാത്ര. ആ നവകേരള യാത്രയിലൂടെ ഉയർത്തിയ സന്ദേശങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പിന്തുണയോടുകൂടി അത് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ആവശ്യമുണ്ട്. അത് എനിക്ക് ലഭിക്കുന്ന ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലും ഈ നവകേരള സന്ദേശ യാത്രയിലൂടെ ഉയർന്നു വന്നതും ജനകീയ വികാരങ്ങൾ പ്രതിധ്വനിച്ചതുമായ കാര്യങ്ങൾ മനസ്സിലാക്കി സഹപ്രവർത്തകരോടും മുഖ്യമന്ത്രിയോടൊപ്പം എല്ലാ നിലയിലും രംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എളിവനായ എൻ്റെ ആഗ്രഹവും താല്പര്യവും.